ശശി തരൂർ എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. DCC ഓഫീസിൽ കേന്ദ്രീകരിക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി നിർപ്പൻ ചേരുകയാണ്. നിർപ്പൻ, എന്താണ്, വല്ല സാധ്യതയുമുണ്ടോ DCC ഓഫീസ് തരൂരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്താൻ സാധ്യതയുണ്ടോ? ശരത്ത്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ പ്രധാനമായി VD സതീശനുമായി അനുകൂല നിലപാടുള്ള ഒരു വിഭാഗം നേതാക്കൾ, ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ തന്നെയാണ് ജില്ലാ ഭാരവാഹികളെയും പ്രധാനപ്പെട്ട പ്രവർത്തകരെയെല്ലാം ഇന്ന് DCC ഓഫീസിൽ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഇന്നൊരു പ്രതിഷേധമുണ്ട്. പ്രതിഷേധത്തിന് എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിച്ചു. DCC ഓഫീസിൽ രാവിലെ തന്നെ 10:30 കൂടി എത്തിച്ചേരണം. 11:30ക്കാണ് മാർച്ച് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത് എന്ത് മാർച്ചാണ് എന്ന് അന്വേഷിക്കുമ്പോൾ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ മാത്രം, അവരുമായി ബന്ധപ്പെട്ടവരോട് മാത്രം ഇന്ന് ശശി തരൂരിൻ്റെ ഓഫീസിലേക്കാണ് മാർച്ച് എന്നറിയിച്ചു. പക്ഷേ മറുഭാഗം യൂത്ത് കോൺഗ്രസിലെ തന്നെ ജില്ലാ ഭാരവാഹികളായ തരൂരിനെ അനുകൂലിക്കുന്ന വിഭാഗക്കാർ ഇതറിഞ്ഞു. അവർ ഉടൻ തന്നെ KPCC നേതൃത്വത്തെ അറിയിച്ചത് തങ്ങൾ ഈ മാർച്ചിനെ ഓഫീസിന് വരുന്ന വഴിക്ക് വച്ച് തന്നെ തടയും, മറുവിഭാഗം അവിടെ കേന്ദ്രീകരിക്കുമെന്നുള്ള വെല്ലുവിളി തിരിച്ചു നടത്തി. തുടർന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു ഈ ഭാരവാഹികളെ വിളിച്ച് അടിയന്തരമായി അങ്ങനെ ഒരു തീരുമാനമുണ്ട് എങ്കിൽ മാറ്റിവെക്കണം, അങ്ങനെ പരസ്യമായ മാർച്ചിലേക്കോ പ്രതിഷേധത്തിലേക്ക് പോകരുത്, പാർട്ടിയിലോ സംഘടനാ നടപടി നേരിടും, സംഘടനയിൽ ഉണ്ടാവില്ല എന്ന കർശനമായ നിർദ്ദേശം KPCC നേതൃത്വത്തിൽ നിന്ന് നൽകി. ഇതിനെ തുടർന്നാണ് മാർച്ച്, ഇപ്പോൾ നമ്മൾ അറിയുന്നത് മാർച്ച് മാറ്റിവെച്ചു എന്നതാണ്. ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഇത് അംഗീകരിക്കുന്നില്ല. പക്ഷേ നമുക്ക് അറിയുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകരോടും ഇത് അറിയിച്ചിട്ടുണ്ട്. മാർച്ച് ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് തന്നെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പ്രത്യേകിച്ച് തരൂരിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കടുത്ത നിലപാട് KPCC നേതൃത്വത്തിന്, പ്രത്യേകിച്ച് K. സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്കില്ല. അവർ കഴിഞ്ഞ ദിവസവും K. സുധാകരൻ തരൂരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. M. ലിജു അപ്പോൾ തന്നെ ഈ ലേഖനം കണ്ട് വിവാദമായപ്പോൾ തന്നെ തരൂരിനെ വിളിച്ചിരുന്നത് തരൂർ തന്നെ പറഞ്ഞതാണ്. പക്ഷേ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നത് VD സതീശനും M. ഹസനും അടക്കമുള്ള നേതാക്കളാണ്. ഇക്കാര്യത്തിൽ തരൂരിനെ പരമാവധി ശക്തമായി നേരിടുക എന്ന നിലപാടാണ് ഇവർക്കുള്ളത്. അവരുടെ അടുത്ത അനുയായികളായിട്ടുള്ള തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഇന്ന് മാർച്ച് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ KPCC നേതൃത്വത്തിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ മാർച്ച് മാറ്റിവെച്ചിരിക്കുകയാണ്. ശരത്ത്.